നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വണ്ണിന്റെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, പ്രധാനമായിട്ട് ഒരു 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തേക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ ദിവസങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, നോട്ട്സും എല്ലാം സിമ്പിളായിട്ട് കിട്ടും. നല്ലപോലെ പഠിക്കുക. നിങ്ങളുടെ സീനിയേഴ്സ് എല്ലാം ഗംഭീര മാർക്ക് പഠിച്ചിട്ടുള്ളവരാണ്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. 15 ഡയമെൻഷനിൽ നിർബന്ധമായിട്ട് പഠിക്കുക. 15 ഡയമെൻഷൻസ്, യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ സ്ക്വയർ, വി ഇസിക്കൽ യു പ്ലസ് 8 വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് 2 ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ സ്ക്വയർ ഗ്രാഫിക്കലി പഠിക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ, പാരലോഗ്രാമിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ നിർബന്ധമായിട്ട് പഠിക്കുക. പ്രൊജക്ടൈൽസ് എന്താണെന്ന് പഠിക്കുക. ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ്, പിന്നെ നമ്മുടെ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം റേഞ്ച്. നാലാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടന്റെ 3 ലോസ്, എഫ് ഈസിക്കൽ ടു എം എ, ഇമ്പൾസ് ഈസിക്കൽ ചേഞ്ച് ഇൻ മൊമെന്റം, പ്രൂഫ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ബാങ്കിങ് ഓഫ് റോഡ്സ് നിർബന്ധം, അതിന്റെ പ്രോബ്ലംസ് നിർബന്ധമായിട്ട് പഠിച്ചെടുക്കുക. 5 വർക്ക് എനർജി പവർ, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, ഇലിസ്ട്രേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി 4 പറഞ്ഞ് ചോദിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്, വർക്ക് എനർജി തിയറം നിർബന്ധമായിട്ട് പഠിക്കണം. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ കൂടെ പഠിച്ചിട്ട് നോക്കണം. കൈനറ്റിക് എനർജി ഈസിക്കൽ P²/2. 6 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സിലേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ആംഗുലർ മൊമെന്റം, മറ്റേ ബാലെ ഡാൻസറിൻ്റെ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്ത 7 ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദി എർത്ത്, അതിൻ്റെ കൂട്ടത്തിൽ ഓൾട്ടിറ്റ്യൂഡ്, ഡെപ്ത് വളരെ ഇമ്പോർട്ടൻറ്റ്, പിന്നെ എസ്കേ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, കെപ്ലറിൻ്റെ ലോസ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത്. അടുത്തത് 9 മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട്, ഹുക്സ് ലോയും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകളും നോക്കിക്കൊണ്ട് പോവുക. 10 മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ബെർണോളിസ് തിയറം, ക്യാപിലാരിറ്റി, ടെർമിനൽ വെലോസിറ്റി, പാസ്കൽസ് ലോ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാം നോക്കിക്കൊണ്ട് പോകുക. നന്നായിട്ട് ബേസിനകത്തെ ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, സ്റ്റേഷനറി വേസ്, സ്റ്റാൻഡിംഗ് വേസ്. ഓസിലേഷനകത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ 2 എക്സാമ്പിൾ, പെൻഡുലത്തിൻ്റെയും ലോഡഡ് സ്പ്രിങ്ങിൻ്റെയും നോക്കുക. പിന്നെ ഹീറ്റും തെർമോഡൈനാമിക്സും വരുന്നതിനകത്ത് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയില്, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, പിന്നെ കാർനോട്ട് സൈക്കിൾ ആൻഡ് ഡിഫറൻറ്റ് പ്രോസസ്സ്, എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സൈറ്റഡ് ബൈ എ ഗ്യാസ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോയാൽ അടിപൊളി മാർക്ക് കിട്ടും. ഇനിയും പ്ലസ് 1 ഫിസിക്സിൻ്റെ എല്ലാ വിഷയങ്ങളെയും കിട്ടും. നിങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സിമ്പിളായിട്ടുള്ള നോട്ട്സും എല്ലാം ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ നേരത്തെ പഠിക്കാനുള്ള വീഡിയോസിൻ്റെ കമൻറ്റ്, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു, അതിന് മുമ്പുള്ള കമൻറ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവും. അന്നേരം എല്ലാവരും ഗംഭീര മാർക്ക് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.